ഹലോ, എല്ലാവർക്കും നിമ്മി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പൂ പോലത്തെ ഇഡ്ഡലി ഇനി ആർക്കും ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ ഏത് ഇഡ്ഡലിയും പൂവായി മാറും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഞാനിവിടെ 3 ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചരിയും എടുക്കാം, ഞാൻ പച്ചരിയിലും ചെയ്യുന്നുണ്ട്. ഇഡ്ഡലി റൈസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇഡ്ഡലി റൈസ് എടുത്തത്. അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ഉഴുന്ന്. നമ്മൾ ഉഴുന്നെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോഴാണ് ഈ 1/4 ഗ്ലാസ് എന്നുള്ള അളവ് കറക്റ്റ് ആവുന്നത്. സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നാണെങ്കിൽ ഈ അളവ് മാറും. അപ്പോൾ 3 ഗ്ലാസ് പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി അരിക്ക് അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ഉഴുന്ന്. ഇനിയാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതെന്താണെന്നറിയുമോ? ഇത് സോയാബീനാണ്. സോയാബീൻ വെരി റിച്ച് ഇൻ ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3 ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ മലയാളീസ് അധികം യൂസ് ചെയ്യാത്തൊരു സാധനമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ ഇഡ്ഡലി പൂ പോലെ ആക്കുന്നത്. അപ്പോൾ സോയാബീൻ ഒരു 1.5 പിടി, ഒരു 2-3 ടേബിൾ സ്പൂൺ സോയാബീൻ വേണം. പിന്നെ ഞാൻ ഇതിനകത്ത് ഉലുവ ഇടാൻ മറന്നുപോയി കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷമാണ് അതെനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാനൊരു 1.5 ടീസ്പൂൺ ഉലുവയും കൂടെ ഇപ്പം ഇടണം. നിങ്ങൾ ഈ സമയത്ത് ഞാനും ഇട്ടിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നന്നായി കഴുകി അരി ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിനുശേഷം ഞാൻ അരി അരയ്ക്കുകയാണേ. ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്ത ഐസ് വാട്ടറിൽ വേണം എപ്പോഴും ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ. നമ്മൾ അല്ലാണ്ട് അരച്ചാൽ മിക്സി ചൂടായി, നമ്മുടെ ബാറ്ററും ചൂടായി, ഇഡ്ഡലി ശരിയായി വരില്ല. അപ്പം ഞാൻ ഇഡ്ഡലിക്ക് മാവ് വെള്ളത്തിലിടുമ്പോൾ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരച്ചത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഇഡ്ഡലി മാവിന്. പിന്നെ നിങ്ങൾ കൈയൊക്കെ കഴുകി കൈ കൊണ്ട് തന്നെ ഇഡ്ഡലി മാവ് നന്നായിട്ട് ഇളക്കണം. അപ്പം നമ്മളുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയാസൊക്കെ നമ്മളുടെ ഈ മാവിനെ പുളിപ്പിക്കാൻ, ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൈ കൊണ്ട് നന്നായി ഇളക്കി. ഞാനിതിപ്പോൾ ഇവിടെ ചെറിയതായിട്ട് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയത് കാരണം ഞാൻ നമ്മളുടെ കുക്കിംഗ് റേഞ്ചിനകത്താണ് വെക്കുന്നത്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ വെളിയിൽ തന്നെ വെച്ചാൽ മതി. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുക്കിംഗ് റേഞ്ചോ അല്ലെങ്കിൽ ഓവനകത്തോ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കാം. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ അടിയിൽ വെച്ചിട്ട് നമ്മളുടെ ഇഡ്ഡലിയുടെ മാവ് മേലെ വെച്ചാലും മതി. പിന്നെ രാവിലെ ആയി കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മളുടെ മാവ് നോക്കിക്കേ, നല്ല കറക്റ്റായിട്ട് പൊങ്ങി, നല്ല ഇപ്പം മാവ് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പോഴാണ് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിതിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇഡ്ഡലി ചെമ്പിലാണോ ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ വെള്ളം വെച്ച് തട്ടിൽ എണ്ണ തേച്ച് ആ തട്ടും കൂടി അതിനകത്ത് വെക്കണം. എന്നിട്ട് വെള്ളം തിളച്ച് ആവി വരുന്ന സമയമാകുമ്പം നമ്മുടെ ഈ തട്ട് ഒന്ന് ചൂടാകുമല്ലോ, ആ സമയത്ത് വേണം നമ്മൾ ഇഡ്ഡലിക്ക് മാവ് കോരി ഒഴിക്കാൻ. അല്ലാണ്ട് വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തട്ട് കയറ്റി വെച്ച് മാവ് ഒഴിക്കരുത്. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇഡ്ഡലി കുക്കറിൽ വെക്കുന്ന കാരണം ഞാൻ മേലത്തെ ഒരു തട്ടിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അടിയിലത്തെ തട്ടിൽ വെച്ചാൽ അതിങ്ങനെ മുട്ടും. നമ്മുടെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് ഈ മേലത്തെ ലെയറിൽ തട്ടിയിട്ട് ഇങ്ങനെ അമങ്ങിയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ 4 വെച്ചിട്ടാണ് ഈ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെക്കുവാണെങ്കിലും കുക്കറിൽ വെക്കുവാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ പൂ പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നല്ല ചൂടാവി പറക്കുന്ന എൻ്റെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി. നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴും നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ മേലെ ഇങ്ങനെ തളിച്ച് വെക്കണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. പിന്നെ ഞാൻ അത് അടിവശവും കൂടി ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കാണിക്കും കേട്ടോ, പെട്ടെന്ന് ഇളക്കിയെടുക്കേണ്ട സന്ദർഭങ്ങളിലാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ മേലെ വെള്ളം മാത്രം ഇങ്ങനെ ജസ്റ്റ് തളിച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടേ എടുക്കാറുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ എടുക്കുന്ന ആ സ്പൂണ് നനഞ്ഞ സ്പൂൺ, വെറ്റായിട്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്താൽ അടിവശത്ത് ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ, നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്.
പിന്നെ അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിട്ട് ജസ്റ്റ് കണ്ടു മതി എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ ഞാൻ ഈ പറയുന്നത് സത്യമാണോ ശരിയാണോ പൂ പോലത്തെ ഇഡ്ഡലിയാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ വെറുതെ കണ്ടു നോക്കാണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മാത്രമേ ഞാൻ ഈ എടുക്കുന്ന എഫേർട്ടിന് ഒരു ഫലമുണ്ടാവുകയുള്ളൂ. ഒന്ന് നോക്കിക്കേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സൂപ്പർ പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.